രക്ഷാപ്രവർത്തനം വഴി തെറ്റിച്ചു വിട്ടു എന്നാണ് ആരോപിക്കുന്നത്. കർണാടകയ്ക്ക് ട്രക്ക് പുഴയിലുണ്ടെന്നുള്ള സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ രണ്ട് സ്ഥലത്തും ഒരേ സമയം രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. എല്ലാ സാധ്യതകളെയും തേടണം. കാരണം ഉള്ളിലൊരു ജീവനുള്ളതാണ്. അല്ലാതെ കേരളക്കാർ പറഞ്ഞ പാടെ ഇപ്പുറത്തെ മണ്ണെടുത്ത് അവർക്ക് സംശയമുള്ളിടത്ത് ഇടുകയല്ല വേണ്ടത്. മാത്രമല്ല, എത്ര ദിവസം കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്? മണ്ണിടിച്ചിലിൽ അവർ റോഡരികിൽ കിടന്ന മൃതദേഹം മാത്രമാണ് എടുത്തത്. മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്താൻ സാധിച്ചില്ല. മണ്ണിനടിയിൽ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ നേതാക്കന്മാരും ഇടപെട്ടതിനെ തുടർന്ന് 4 ദിവസത്തിന് ശേഷമാണ് കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവായ ടി സിദ്ദീഖിന് പോലും പറയേണ്ടി വന്നത്. കർണാടക ഉദ്യോഗസ്ഥർ ആദ്യം മുതലേ റഡാർ സംവിധാനം ഉപയോഗിച്ച് സിഗ്നൽ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ രഞ്ജിത്ത് 3-ാം ദിവസം നദിയുടെ കരയിൽ തിരച്ചിൽ